ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മക്കൾക്കുള്ള എല്ലാ ഡ്രസ്സുകളും ഇതിനെ സെലക്ട് ചെയ്യും. റോംബറുകള് കാണുമ്പോ തന്നെ അല്ലേ, കാരണം എനിക്കിത് വാങ്ങിക്കാൻ പോരാൻ പറ്റൂല. പർച്ചേസിങ് അറിയിക്കാണ്. അങ്ങനെ 9ാമത്തെ നോമ്പ് തുറയും കഴിഞ്ഞു. ചൂടും ഇതൊക്കെ ആയിട്ട് നോമ്പ് തുറക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണല്ലേ. ഈ വെള്ളവും ജ്യൂസും ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സന്തോഷമൊക്കെ ആയിരിക്കും. അങ്ങനെ ആകുമ്പോഴേ രസം, ഒരു കുറച്ചൊക്കെ ക്ഷീണമൊക്കെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോഴല്ലേ നോമ്പ് തുറക്കാനൊരു രസമുള്ളൂ. യാമിക്കുട്ടി തകൃതിയായിട്ട് നോമ്പ് തുറക്കുന്നുണ്ട് കേട്ടോ. യാമിക്കുട്ടിക്കുണ്ട് നോമ്പില്ലേ, കുഞ്ഞു കുഞ്ഞു നോമ്പുകള്. നോമ്പിന്റെ തുടക്കത്തിലൊക്കെ നമുക്ക് ഭക്ഷണവും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഡ്രസ്സ് എടുക്കണ ഒരു ഇതിൽക്കൊക്കെ കടക്കാനായില്ലേ. നോമ്പ് 10 ആയി കഴിഞ്ഞാൽ ഡ്രസ്സ് എടുക്കണതിന്റെ ഒരു തിരക്കിക്കും കൂടി പോവൽ തുടങ്ങിയ ആൾക്കാരൊക്കെ. ഞങ്ങളും പോയിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പട്ടാമ്പി പോയ സമയത്ത് ആദ്യം യാമിക്കുട്ടിക്കുള്ള ഡ്രസ്സാണ് എടുക്കാൻ പോയത്. യാമിക്കുട്ടിയെ നമ്മൾ പോയില്ലേ പോപ്പീസിക്ക്. പോപ്പീസിൽ നല്ല കിഡ്സിന്റെ നല്ല ഡ്രസ്സുകളാണല്ലോ. നല്ല ഭംഗി മാത്രല്ല, കെമിക്കലൊന്നും ഇല്ലാത്ത ഡൈയിങ്ങും പിന്നെ അതേപോലെ കുട്ടികൾക്കൊന്നും ഒരു കേടും സ്കിന്നിനൊന്നും പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാത്ത നല്ല 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 ഡ്രസ്സുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളതും ഉണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പോപ്പീസിൽ ഇന്ത്യയിലുടനീളം കടകളുണ്ട്, ഷോപ്പുകൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് ഒന്നിൽ കൂടുതൽ ഷോപ്പുകൾ. ഞങ്ങൾ എന്തായാലും പട്ടാമ്പി പോകണ്ടായിരുന്നു. അപ്പൊ അവിടെ വലിയ പോപ്പീസിന്റെ ഷോറൂം ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ പോവാന്ന് വിചാരിച്ചിട്ട് ഇന്നലെ പോപ്പീസിന്റെ ഷോറൂമിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. യാമിക്കുട്ടി ഇട്ട ഈ ഡ്രസ്സൊക്കെ ഇന്നലെ പോപ്പീസിന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അല്ലേ, പോപ്പീസിന്റെ ഡ്രസ്സ് അല്ലേ ഇത്? അപ്പൊ എന്തായാലും പോപ്പീസിൽ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി നോക്കിയും നിങ്ങൾക്ക് പോപ്പീസ് ഒക്കെ ഇഷ്ടമായോ എന്നുള്ളത് പറയട്ടോ. പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് കഴിച്ച് തീർക്കട്ടെ. അങ്ങനെ ഞങ്ങളിതാ പട്ടാമ്പി ഓഫീസിലെത്തി. കുട്ടികൾക്ക് ഡ്രസ്സ് മേടിക്കാൻ വരികയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഓഫീസിൽ എന്തെങ്കിലും കളക്ഷൻസ് ഉണ്ട് നോക്കിയിട്ട്. യാമിക്കുട്ടിക്ക് ഇങ്ങനത്തെ റോംബർ കുപ്പായങ്ങൾ തന്നെ എപ്പോഴും തെരഞ്ഞെടുക്കുന്നു. നബിലാമൊക്കെ ഇവിടുന്ന് അധികം യാമിക്കുട്ടിക്ക് ഡ്രസ്സുകൾ ഉണ്ടെന്ന്. റോംബറൊക്കെ ഇങ്ങനത്തെ റോംബറുകൾ കാണുമ്പോൾ തന്നെ അല്ലേ, കാരണം എനിക്കിത് വാങ്ങിക്കാൻ പോരാൻ പറ്റൂല. ഇക്കാണ് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഷെഫ് മോനും നബിലാമി എല്ലാരും ആണ് ഇങ്ങനത്തെ റോംബറുകൾ യാമിക്കുട്ടിക്ക് കൊണ്ടുവന്നു. ഇനി റോംബർ മേടിക്കാണ്ട് നോക്കിയൊക്കെ ഗേൾസിന്റെ റോംബർ കുറേ റോംബറുകൾ. ന്യൂ ബോൺ ബേബി ഇവിടെ വരുന്നത് അവിടെ വരുന്നത് 3 to 24 ബോയ്സ്. ഇത് ഗിഫ്റ്റ് സെറ്റ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇതൊക്കെ നമ്മുടെ ന്യൂ കളക്ഷൻസ് ആണ് വരുന്നത്. പോപ്പീസിന്റെ എല്ലാ പ്രോഡക്ട്സുകളും 100% ഇൻഹൗസ് പ്രൊഡക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റി നമുക്ക് തരുന്നുണ്ട്. ചെറിയ മക്കളുടെ ഡ്രസ്സുകൾ ആയതുകൊണ്ട് തന്നെ നല്ല സേഫ്റ്റിയോട് കൂടിയിട്ടാണ് അവരുടെ പ്രൊഡക്ഷൻ കേട്ടോ. അതായത് ഡ്രസ്സുകളെല്ലാം ബട്ടൺ പുൾ ടെസ്റ്റ്, മെറ്റൽ ഡിറ്റക്ടർ സ്ക്രീനിങ് എല്ലാം കഴിഞ്ഞാണ് വരുന്നത്. എല്ലാ ബട്ടൺസും നല്ല ഉറപ്പോടെ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. അതായത് കുട്ടികൾ വായിലിട്ടാലൊന്നും ബട്ടൺസ് ഒക്കെ വായിൽ കുടുങ്ങുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന്റെ കൂടെ ഇങ്ങനെ ബോ വരുന്നുണ്ട്, ഷൂ വരുന്നുണ്ട്, ഫുൾ സെറ്റ് അടക്കല്ലേ. കുട്ടികളുടെ ഡ്രസ്സ് കണ്ടാലും മതിയാവില്ല. യാമിക്കുട്ടികളുടെ ഡ്രസ്സ് നല്ല അടിപൊളി കുപ്പായങ്ങൾ. ഇതൊക്കെ കാക്കുമാർക്കുള്ള കുപ്പായങ്ങൾ. കാക്കുമാരല്ലേ, ഓളെ പ്രായത്തിലുള്ള ആൺകുട്ടികളുടെ ഡ്രസ്സുകളാണ് അതൊക്കെ. ബെസ്റ്റിക്കുള്ള ഡ്രസ്സുകളാണ് ആൺകുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ. ആൺകുട്ടികൾക്കുള്ളതും പെൺകുട്ടികൾക്കുള്ളതും ഒക്കെ ഉണ്ട്. പക്ഷെ പെൺകുട്ടികളുടെ ഡ്രസ്സ് കാണാൻ വേറൊരു രസം. നല്ല രസമുണ്ട്. നോക്കിയൊക്കെ വലിയ കുട്ടികളെ പോലത്തെ. പണ്ടും അമ്മ എനിക്ക് ഇങ്ങനത്തെ വലിയ ഷർട്ടൊക്കെ മേടിച്ചിട്ടല്ലേ ഷേപ്പ് ചെയ്തത്. ഞാനും എനിക്ക് വലിയ ഷർട്ട് മേടിച്ചിട്ട് ചെറുതാക്കി ഷേപ്പ് ചെയ്ത് കൊടുക്കും. ഇതൊന്നല്ല, അപ്പൂസിന്റെ വേറെ കാണിച്ചു തരാം. നോക്കിയൊക്കെ കുട്ടിക്ക് ഇങ്ങനത്തെ ഒന്ന് മേടിക്കണം. കുറച്ച് ലൂസിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ്. പക്ഷേ എല്ലാ ഡ്രസ്സും തന്നെ ഒരു കെമിക്കലും ഇല്ലാതെ തന്നെ അവർ ഡൈയിങ്ങും കാര്യങ്ങളും ഒക്കെ. നമ്മൾ കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വായിലിടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നും കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പ്രീമിയം കോട്ടൺ ആണ്. ഒക്കെ കാണിച്ചു തരട്ടോ ഇവിടുത്തെ കളക്ഷൻസ്. നിങ്ങൾക്ക് ഈ ഒരു
ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മക്കൾക്കുള്ള എല്ലാ ഡ്രസ്സുകളും ഇതിൽ തന്നെ സെലക്ട് ചെയ്യാം. പോപ്പീസ് ഒരുപാട് സ്ഥലങ്ങളിലുണ്ടല്ലോ. ഏത് ഭാഗത്തുള്ള ആൾക്കാർക്കും ഒരു പോപ്പീസ് ചുറ്റുവട്ടത്തിൽ ഉണ്ടാവും. അത് വേണ്ട യാമിക്കുട്ടിക്കുള്ള കാണിച്ചു തരാവായോ? പൃഥ്വിരാജിന്റെ പനിയല്ല, യാമിക്കുട്ടിക്കുള്ളത് ഇപ്പോഴും സർപ്രൈസ് ആണ് കേട്ടോ. യാമിക്കുട്ടിക്കുള്ള സെക്ഷൻ വരാൻ പോണോട് എനിക്ക് അത് കാണാനിട്ട് കൊതിയുണ്ട്. അപ്പൊ അതിന്റെ മുമ്പ് ഞാൻ ഇവിടെ ഉള്ളൊക്കെ ഇങ്ങനെ കണ്ടു പോവാണ് കേട്ടോ. ഇതൊക്കെ റോംബർ സെറ്റുകളാണ് കേട്ടോ. ഇതൊക്കെ റോംബറുകളാണ്. റോംബറിന്റെ ജസ്റ്റ് ബോൺ ആണ്. ഇതൊക്കെ ജസ്റ്റ് ബോൺ റോംബറുകളാണ് കേട്ടോ. ഫുള്ളി റോംബറുകൾ, പ്ലെയിൻ റോംബറുകൾ, എല്ലാ റോംബറുകളും ഉണ്ട്. ഇതാ ഇവിടെ കുട്ടികളുടെ മിറ്റൻസ്, സോക്സ്, തൊപ്പി, ആ ഒരു കാറ്റഗറി പെട്ട സാധനങ്ങളൊക്കെ ഇട്ട്. പിന്നെ ഇതാ കണ്ടു കെട്ടുകുപ്പായങ്ങളൊക്കെ. യാമിക്കുട്ടി കെട്ടുകുപ്പായങ്ങൾ ഇട്ടിട്ടേ ഇല്ല. ഓൾ ഫുള്ള് റോംബറായിരുന്നു. ഇതൊക്കെ ഉണ്ടല്ലേ ഇവിടെ ബെഡും ഇതൊക്കെ അല്ലേ ഇത് കുട്ടികളുടെ. യാമിക്കുട്ടിക്ക് എന്ത് ബെഡ് വേണോ? നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തതൊക്കെ തന്നെ കെമിക്കൽ ഇല്ലാത്ത ഡൈയിങ് ആവുകൊണ്ട് നമുക്ക് കുട്ടികളൊന്നും കട്ടുമ്പോൾ അങ്ങനെ ഒരു പേടിയൊന്നും വേണ്ട. ഇതൊക്കെ കുറച്ച് വലിയ കുട്ടികളുടെ ഡ്രസ്സുകളാണ് കേട്ടോ. ഒരു വയസ്സായ കുട്ടികളുടെ ഡ്രസ്സൊക്കെ എവിടെ ഇരിക്കണം? നമുക്ക് 1 ഇയറിന് 3 to 24 സെക്ഷനിലും വരും. അവരുടെ അല്ലേ 9 to 12 സൈസ് ആയിട്ട് അങ്ങനെ വരും. സൈക്കിളൊക്കെ ഇരിക്കാനായിക്കണോ യാമിക്കുട്ടി? കണ്ടിട്ടാ ഓടിച്ചു 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 പോ, ഓടിച്ചു പോ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. പിന്നെ പോപ്പീസിന്റെ ഡയപ്പർ ഉണ്ട്. യാമിക്കുട്ടനെ പ്രസവിച്ചപ്പോ സുലാമി പോപ്പീസിന്റെ ഡയപ്പർ കൊടുത്തു. പോപ്പീസിന്റെ പോസ് സെബാമെഡ് ഉണ്ടല്ലേ, നമുക്ക് ഷാമ്പു മേടിക്കണം. ഇതെന്താ? അത് ഫാബ്രിക് വാഷ് വാഷ് ചെയ്യണത് അല്ലേ? കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ല. പോപ്പീസിന്റെ ഫാബ്രിക് വാഷാണ് കേട്ടോ അത്. ഇത് ബാത്റൂമിന്റെ നിപ്പിൾസുകൾ വരുന്നത്. സ്പൂണ് നോക്കട്ടെ ഞാന്. ഇതെനിക്ക് അത്ര വേണ്ട, കണ്ടുകൊണ്ട് മടുത്തിട്ടുള്ള ഫുഡിന്റെ കാര്യണ്ടേ. മമ്മന്റെ സെക്ഷൻ എത്തി. ഇത് എത്ര മേടിച്ചാലും മതിയാവും. ഹെയർ ആക്സസറീസുകൾ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വേണം ഹെയർ ആക്സസറീസ് എടുക്കാൻ. ഇത് പക്ഷെ ഇപ്പോൾ ടൈം കഴിഞ്ഞു. യാമിക്കുട്ടി വെച്ചിരുന്ന പോലത്തെ ടോർച്ചൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. യാമിക്കുട്ടിയുടെ ആ സമയം ഇപ്പൊ കഴിഞ്ഞു. നിങ്ങളെ കുട്ടികൾക്ക് ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ വന്നോളിട്ടാ. ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഇത് ഏതാ വേണ്ടേ യാമിക്കുട്ടിക്ക്? ഏതാ വേണ്ടേ? ഇത് വേണോ? ഇത് ക്യൂട്ട്. ഇത് യാമിക്കുട്ടിക്കുള്ളതാ? യാമിക്കുട്ടിക്കുള്ളതാ? സ്കേർട്ടില്ലേ പറയുമ്പോലെ അതൊന്നും യാമിക്കുട്ടി കൊടുക്കണം കേട്ടോ. ഞാനിങ്ങനത്തെ റോംബർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ഇങ്ങനെ പാൻറ് ഇട്ട് കൊടുക്കും. പക്ഷെ ഇത് അങ്ങനെ വരുന്ന ഡ്രസ്സാണ്. റോംബറും അതിന്റെ അടിയിൽ പാൻറ്റും ഉണ്ട്. ഇത് റോംബറും അതിന്റെ അടിയിൽ പാൻറ്റും ഉണ്ട്. ഇതിനും അങ്ങനെ തന്നെ റോംബറും അതിന്റെ അടിയിൽ പാൻറ്റും ഉണ്ട്. ലീക്ക് അയക്കുന്നു. ഞാൻ കഴിഞ്ഞൊരു പോളിയോ വെച്ച വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുൾ കൈയും ഫുൾ പാൻറ്റും ഇല്ലാത്ത കാരണം ഞാൻ ഫുൾ റോംബറും ഫുൾ പാൻറ്റും ഇട്ട് കൊടുത്തത്. ഇവിടെ 1 വയസ്സ് മുതൽ 5 വയസ്സായ കുട്ടികൾക്കുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. ഇതൊരു വയസ്സായ കുട്ടിക്ക്, ഇത് 5 വയസ്സായ കുട്ടിക്ക്. പിന്നെ ഇവിടെ ഇങ്ങനെ കൊള്ളൊടുപ്പുകളുണ്ട് കേട്ടോ. കൊള്ളൊടുപ്പ് കുറെ ഉണ്ട്. പിന്നെ ഇതാ നല്ല അടിപൊളി ട്രയൽ റൂം ഉണ്ട് കേട്ടോ. കുട്ടികളെ പോലെ തന്നെയുള്ളൊരു റൂമുണ്ട്. വരുന്നത് അതിലേക്ക് ടോപ്പുകൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. രസമുണ്ടല്ലേ? നോക്കടാ രസമുണ്ടല്ലേ? അടിപൊളി. ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സാ ജംപ് സ്യൂട്ട് അല്ലേ? പിന്നെ ഇതാ ഇപ്പൊ കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞ് വരുന്നൊക്കെയാണെങ്കിൽ യാമിക്കുട്ടിക്ക് ഈ പരിസരത്ത് വേണം അവളെ വേണം. എനിക്ക് മോളെ വേണ്ടോ? ഈഗോ പ്രശ്നം. കുറച്ചധികം മുടിയൊക്കെ ഉള്ളതുകൊണ്ട് ഈഗോ പ്രശ്നം. അതൊക്കെ കൊമ്പനാനക്കൊട്ടപ്പ. മമ്മ എന്ത് സഭ വഷളാക്കണ ഓർമ്മ വരും. ഒന്നായിട്ടാണ് എടുത്തു. മേടിച്ചോ? ഫിക്സ് ആക്കിയോ? കൊമ്പനാനക്കുട്ടപ്പേര് ഫിക്സ് ആക്കിയോ? ഫസ്റ്റ് പർച്ചേസ് ആണ് കൊമ്പനാന. ഓടിക്കോടിക്ക് ഫോണ് പിന്നെ വാ വാ വാ. കുട്ടിനെ കുളിപ്പിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടിനെ കുളിപ്പിക്കുന്ന സാധനങ്ങൾ. പിന്നെ വേറെ ടോയ്സുകൾ, പ്ലേമാറ്റ്സ് ഉണ്ട്. പിന്നെ കുഞ്ഞു പ്ലേമാറ്റ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ സോഫ്റ്റ് ടോയ്സുകൾ ഉണ്ട്. പിന്നെ നമ്മളെ ബുദ്ധി വർദ്ധിപ്പിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു ടോയ്സുകളൊക്കെ ഉണ്ട്. പിന്നെ ആൺകുട്ടികൾക്കുള്ള ഇങ്ങനത്തെ ടോയ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളൊക്കെ ഒരു കുട്ടിക്കുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഒരു പോപ്പീസിക്ക് വന്നാൽ കിട്ടും. പിന്നെ കുട്ടികൾക്കുള്ള
മാത്രല്ല കേട്ടോ, ഇവിടെ മെറ്റേണിറ്റി വെയറും ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഒരു വണ്ടി മാറി കച്ചവടാക്കിയോ? അടുത്ത വണ്ടി എടുത്തു. ഒരു വണ്ടി മാറ്റിയപ്പോ ഒരു വണ്ടി ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഹോണൊക്കെ അടിച്ചിട്ടൊന്ന് വരുവോ? ഞാൻ ശ്രമിക്കുന്നുണ്ട് ഫുഡ് കൊടുക്കണല്ലോ ഡ്രൈ ഷീറ്റ്. ഇത് കുറച്ച് വലിയ ഷീറ്റാണ്. പിന്നെ മീഡിയം വരുന്നുണ്ട്, സ്മോളിന് ഡ്രൈ ഷീറ്റും പിന്നെ ടവലുകളും വലിയ ടവലും ക്ലോത്താണ് വരുന്നത്. അത് സ്വാദിക്കോളത്തില്ല, അത് തൊട്ടിലല്ലേ. സോഫ്റ്റ് മെറ്റീരിയലിന്റെ തൊട്ടിൽ തുണികളാണ് കേട്ടോ ഇതൊക്കെ. എണ്ണ തെപ്പിച്ച് കിടത്തുന്നതാ ബബിൾ ഉള്ളത് അല്ലേ? ഇതിങ്ങനെ ബബിൾ ഉള്ളതാട്ടോ. അപ്പൊ എണ്ണ വെച്ച് കിടത്തുമ്പോ സുഖമായിരിക്കുമല്ലോ അല്ലേ? തെന്നി വീഴുന്നില്ല. കുഞ്ഞു കച്ചിപ്പുകൾ ഇത് എന്തായാലും മതിയാവൂല. ഫേസ് ടവല്, കുഞ്ഞു ടവല്. ഇത് എത്ര പോകുന്നുണ്ടോ വില? ബാത്ത് ടവലാണ്, കുറച്ച് വലുതാ. ഇതിന് സിംഗിൾ ആയിട്ട് വരുന്നതാണിത്. ഇതിലൊരു പീസ് ഉണ്ടാവുള്ളൂ. ഇത് കുറച്ച് വലുതാണ്. പുതിയ തോർത്ത് വെച്ചല്ലോ. തോർത്തുന്നതേ ഇഷ്ടല്ല അവൾക്ക്. തല തോർത്ത് നോക്കിയപ്പോ പിന്നെ കുഞ്ഞു കുഞ്ഞു ഷൂകൾ കേട്ടോ. ഇത് ഷൂകൾ കാണാൻ തന്നെ ഒരു കൗതുകാണല്ലേ. നോക്കിയൊക്കെ വലിയ ഷൂ പോലത്തെ കുഞ്ഞു ഷൂ. ഇതൊക്കെ ഇതെല്ലാം ക്യൂട്ടായിട്ടുണ്ട്. ഇത് ന്യൂ ബോണിനൊക്കെ പറ്റിയ ഷൂ ആയിരിക്കും അല്ലേ? 1 ഇയറിന് കൊടുക്കുന്നത്. തൊപ്പികളും ബിബ്. യാമിക്കുട്ടിക്ക് ബിബ് മേടിക്കണം അക്ക. യാമിക്കുട്ടിന്റെ ഹൈറ്റ് നോക്കാൻ. എത്ര ഹൈറ്റ് ഉണ്ട് നോക്കിയാക്കട്ടെ. 70 സെന്റിമീറ്റർ കേട്ടാ. 70 വിശ്വാസമല്ല. വിശ്വാസമല്ലെങ്കിൽ നുണ പറയാനോ? ഞാൻ 170 ഇക്കടം നോക്കണോ? 160. ഞാനോ 100. വണ്ടി ഇതൊക്കെ കണ്ടിട്ടേ ഗർഭിണികൾക്ക് ഇടാനുള്ള മാക്സികളാണ്. അവിടെ ഇങ്ങനെ കുറച്ച് ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിബും ഉണ്ട്, പ്രസവം കഴിഞ്ഞാലും ഇടാം. ഇതൊക്കെ അങ്ങനത്തെ ഡ്രസ്സുകളാണല്ലേ. രണ്ട് സൈഡ് സിബ് വരും. എല്ലാത്തിനും സിബൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്താ? അത് നമ്മളുടെ പൈജാമ, പാൻറ്റും ടോപ്പ് ആയിട്ടുള്ളത് അല്ലേ. സ്റ്റോക്കിങ്സ് കാലിലിടുന്നത് അല്ലേ. കാല് വേദനയൊക്കെ ആവുമ്പോ പിന്നെ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പാല് സ്റ്റോർ ചെയ്ത് വെക്കണ സംഭവം. എനിക്കത് ആവശ്യം വന്നിട്ടില്ല കേട്ടോ. ഞാൻ ചെറുത്തുണ്ട് ഇത്. ഇതെന്താ? ഇത് സപ്പോർട്ട് കൊടുക്കും ല്ലേ. അങ്ങനത്തെ കുറച്ച് മെറ്റേണിറ്റി ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ ഇതാ ഇങ്ങനത്തെ ഈ ഒരു പാൻറ്റി വരുന്നത് മെറ്റേണിറ്റി പാൻറ്റി ഉണ്ട്. പിന്നെ ഇതാ ഈ സെക്ഷനിലും മെറ്റേണിറ്റി വെയറാണ് കേട്ടോ. പിന്നെ ഇതാ നമുക്ക് കുഞ്ഞിനൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനുണ്ട്. അതും അതേപോലെ അങ്ങനെ വരുന്ന ബാഗാട്ടോ. വിൽക്കാനുള്ള ഷീറ്റ് അല്ലേ. അത് അതിനോട് കൂടെ വരുന്നത് അല്ലേ. പിന്നെ കുഞ്ഞു ബാഗ്, ഒരു വലിയ ബാഗും ഉണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ കുട്ടീനെ അതിൽ കിടത്തിയിട്ടൊക്കെ എവിടെയെങ്കിലും പോയാലൊക്കെ നമുക്ക് മാറ്റുമ്പോൾ കിടത്തിയിട്ടൊക്കെ അല്ലേ വിൽക്കാനുള്ളത്. ചെറിയ കുഞ്ഞു ഐറ്റംസ് ഒക്കെ വെക്കാനുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല മെറ്റീരിയൽ, കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ അവിടെ പോപ്പീസിന്റെ ഒരു മെറ്റേണിറ്റി കിറ്റ് ഉണ്ട് കേട്ടോ. ഫുൾ ഓഫ് ലവ്. അതായത് ഇതിൽ ഒരുപാട് ഐറ്റംസുകളുണ്ട്. അമ്മക്കും കുഞ്ഞിനുള്ള ആശുപത്രിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ ഉള്ള അല്ലേ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. മെറ്റേണിറ്റി നൈറ്റ്, ടോപ്പ്, ടമ്മി ബെൽറ്റ്, പിന്നെ കുട്ടിയുടെ ഡ്രസ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ ഒരു ഒറ്റ പെട്ടി മതി ആശുപത്രിക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരുന്ന തിരക്കിൽ വരുന്നു. ഇനി യാമിക്കുട്ടിക്കുള്ള സാധനങ്ങളും ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട് ഈ ഓട്ടത്തിന്റെ ഇടയ്ക്ക്. ഞാൻ അതൊക്കെ വേഗം സെലക്ട് ചെയ്യട്ടെ. കുട്ടികളുള്ള അമ്മമാർക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമാണല്ലോ. എല്ലാതും കൂടി ഈ ഷോപ്പിൽ വന്നാൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഏകദേശം ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങള് രാത്രി ഇടാൻ വേണ്ടി ഇത് എടുത്തിട്ടുണ്ട്. ഈ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ട്രൗസറിക്ക് ഇടാൻ വേണ്ടിട്ട് നല്ല കാറ്റോട്ടം കിട്ടാണ്. ചൂടൊക്കെ അല്ലേ. ഇനി നോക്കട്ടെ കേട്ടോ. ഞങ്ങള് വേഗം അപ്പത്തിന് ഞാമിക്കുട്ടി സൂര്യക്കേട് കാട്ടുന്നുണ്ട്. പട്ടാമ്പിയിൽ പോപ്പീസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പട്ടാമ്പിക്ക് വന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഓൺലൈൻ ആയിട്ടുണ്ട്. പോപ്പീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഷോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ഇതിലൊക്കെ പോപ്പീസിന്റെ പ്രോഡക്റ്റുകൾ കിട്ടും. അതുപോലെ ഇവിടെ കാണിച്ചതൊക്കെ ഇന്ത്യയിൽ ഉടനീളമുള്ള മൾട്ടി ബ്രാൻഡ് ഷോപ്പുകളിലും ലഭ്യമാണ്.
വേണ്ടി എല്ലാവരും ഓഫീസിലേക്ക് വന്നോളൂ. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള അടിപൊളി ഡ്രസ്സുകളാണ് കേട്ടോ. ഡ്രസ്സുകൾ മാത്രമല്ല പറഞ്ഞില്ല, ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് എന്തായാലും ഓഫീസിൽ നിന്ന് ഡ്രസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട് യാമിക്കുട്ടിക്ക്. പോവാ